എല്ലാവർക്കും ഗോൾഡൻ നീഡിൽ ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഡബിൾ എക്സലിൽ വരുന്ന ഒരു മാനസി കട്ട് നൈറ്റിയാണ്. ഈ മോഡൽ നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കട്ടിങ് വീഡിയോയിലേക്ക് പോകാം. മാനസി കട്ട് ഡബിൾ എക്സലിലുള്ളൊരു നൈറ്റി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചാണ് തുണി. 3:20 വരുന്ന ഒരു തുണിയാണ് കേട്ടോ. 3 മീറ്റർ 20 പോയിന്റ് ഉണ്ടാവും ഈ തുണി. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 62 ഇഞ്ച് ഉണ്ടാവും. നമ്മൾ തയ്ച്ച് വരുമ്പോൾ എന്തായാലും ഒരു 60 ഇഞ്ച് ഉണ്ടാവും. 50 ഇഞ്ച് വണ്ണമായിരിക്കും ഈ നൈറ്റിക്ക് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാലോ, ഇത് തുണിയുടെ തേരുവശമാണ്. ഇത് മടക്ക് ഭാഗം. ഞാനിപ്പോൾ 2 നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം. ഞാൻ 8.5 ഇഞ്ച് ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. നല്ല ഹൈറ്റ് ഉള്ളവർക്കും നല്ല വണ്ണമുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹൈറ്റ് ഉള്ളവരായതുകൊണ്ട് ഞാൻ ലെങ്ത്ത് ഇവിടെ യോക്ക് ഭാഗം ലെങ്ത്ത് 11 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഷോൾഡർ 8.5 ഇഞ്ച് എടുത്തു. അവിടെ നിന്ന് താഴോട്ട് 8.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ 11 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ, അവിടേക്ക് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈനീളം ഞാൻ ഫുൾ കിട്ടുന്നത് എടുക്കും. നമുക്ക് വേസ്റ്റ് ഇതിലധികം വരില്ല. ബാക്കി ഒരു കുറച്ച് വേസ്റ്റേ കിട്ടുള്ളൂ. അതിൽ വേണം നമ്മൾ കഴുത്തിന് ക്രോസ് പീസും പിന്നെ ഫ്രണ്ടിൽ വള്ളി വയ്ക്കേണ്ടത്. നമുക്ക് ഒരു 8.5 ഇഞ്ചാണ് കൈനീളം കിട്ടണത്. തൊട്ടടുത്തുനിന്ന് തന്നെ ഞാൻ കൈക്കും വെട്ടിയെടുക്കണം. ഇവിടെ നിന്നുള്ള ലെങ്ത്ത് നമ്മൾ 8.5 എടുത്തത്. ഇവിടെ നിന്നുള്ളത് നമ്മൾ 1/2 ഇഞ്ച് കുറച്ചാണ് എടുക്കാൻ പാടുള്ളൂ. 8 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ. ഇനി കൈയുടെ വണ്ണം ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 9 ഇഞ്ച്. ഈ 8-ൽ നിന്നും ഒരു 4 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തോ. ഇവിടെ നിന്നും ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ നമ്മൾ കൈ ലൂസിട്ട ആ പോയിന്റും ഇതും തമ്മിൽ യോജിപ്പിക്കാം. ഇനി നമ്മളിവിടെ ഒരു 8 ഇഞ്ച് കൈക്കുടിയുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോയിന്റ്, അതായത് വയ്ക്കുമ്പോൾ 4.5 ഇഞ്ച് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പോൾ ഈ ഇവിടുന്ന് ഇവിടം വരെയുള്ള പോയിന്റ് 4.5 ഇഞ്ചാണ് നമുക്കുള്ളത്. ആ 4.5 ഇഞ്ച് തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടുന്ന് തേര് വശത്തേക്ക് ചരിച്ച് വയ്ക്കുമ്പോൾ കിട്ടേണ്ടത്. എവിടെയാണോ നമുക്ക് 4.5 കിട്ടുന്നത് അവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇപ്പം എനിക്ക് 4.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇനി ഇതും തമ്മിൽ നമുക്ക് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് ഭാഗം അടയാളപ്പെടുത്തുന്നത് നോക്കാം. ഇവിടെ നിന്ന് 3 ഇഞ്ച്
വൈഡ് കഴുത്തിൻ്റെ വീതി, അതായത് വൈഡ് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് കഴുത്തിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച്. 6 ഇഞ്ച് ഈ ഹൈറ്റുള്ളവരല്ലേ, നമുക്കൊരു 6.25 6.5 വേണമെങ്കിലും വയ്ക്കാം. 6.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6.25 ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊടുക്കണം. നമുക്ക് 6.5 വയ്ക്കണമെങ്കിൽ 6.5 വയ്ക്കാം. ഞാൻ 6.25 കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് ഈ കഴുത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തില്ലേ, അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. ഇതാണ് കേട്ടോ വരാം. ഇനി അവിടെ നിന്നും ഇവിടെ നിന്ന് ഞാനൊരു കർവ് കൊടുക്കുക. ഈ 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഒരു ഇങ്ങനെ കർവ് പോലെ വരയ്ക്കും. മാനസി കട്ടിനുള്ളൊരു ഷേപ്പില്ലേ, അത് നമുക്ക് വരയ്ക്കും. ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ലേശം ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ തന്നെ മുട്ടിച്ച് കൊടുക്കാം. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ വരച്ച ആ സ്ക്വയർ ഉണ്ടല്ലോ, 6.25 എടുത്തിട്ട് വരച്ചത്, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. നമ്മൾ ആ കർവ് കൊടുത്ത് മുട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ ഫ്രണ്ട് ഭാഗം, അതായത് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത്രയും വീതി വേണമെന്നില്ല. ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. മാർക്കിങ് കാണുന്നുണ്ടോ നമുക്ക്? ഒരിക്കലും ഇതിങ്ങനെ കാൽഭാഗം എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. ഇവിടെ ഇത്രയും തന്നെ വേണം. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ കാൽഭാഗം എടുത്ത് പോകാം. ഇവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടൊന്ന് ഇങ്ങനെ മുട്ടിക്കണം. അപ്പോൾ ഫ്രണ്ട് ഭാഗം അങ്ങനെ. ഇനി ബാക്ക് കഴുത്ത് ഒരു 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കാം. സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം, റൗണ്ട് മതി റൗണ്ട് ചെയ്യാം. പക്ഷെ ഞാൻ സ്ക്വയറാണ് ചെയ്യാറ് മാനസി കട്ടിൽ. പക്ഷെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സലൊക്കെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ വേസ്റ്റ് തുണി വെച്ചിട്ട് നമുക്ക് സ്ക്വയർ അടിക്കാൻ എളുപ്പമാണ്. ഇതിൽ പക്ഷെ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്നായിരിക്കും ഞാൻ ചിലപ്പോൾ ക്രോസ് പീസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ബാക്ക് യു ആയിട്ട് തന്നെയാണ് കൊടുക്കുക കേട്ടോ. ബാക്ക് നമുക്ക് പിന്നെ വെട്ടാം. അപ്പോൾ നമുക്കിനി കട്ടിങ്ങിലേക്ക് പോകാം. പിന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ തേര് ഭാഗം, കൈയുടെ ആ ഭാഗം വരുന്നതോടൊക്കെ ഉപ്പുണോന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നോക്കിയിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ ഒരു ട്രിം ചെയ്ത് കൊടുക്കാം. ഇത് സെൻറ്ററാണ്. അപ്പം ബോഡി പാർട്ട് കഴിയും. നമുക്ക് കൈയുടെ ഭാഗം വെട്ടാം. ഇവിടെ നമ്മൾ 8.5 ഇഞ്ചാണ് ഇവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ 8.5 ഇഞ്ചാണ് എടുത്തത്. ഇവിടെ 8 ഇഞ്ചുമാണ് എടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡർ അടിച്ച് തയ്യൽ തുമ്പ് പോകും. അതാണ് 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൈയുടെ ഈ ഭാഗം മടക്ക് ഭാഗമല്ല, അതിന് നമുക്ക് തയ്യൽ തുമ്പ് പോകില്ല. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് നമ്മൾ എപ്പോഴും കുറവിടുന്നത് കേട്ടോ.
നമുക്ക് കൈയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. എക്സിലൊക്കെ ആകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ കഴുത്തിനുള്ള ഇത് കിട്ടുമായിരുന്നു വേസ്റ്റിൽ. നമുക്ക് തീരെ വേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കണം. ബ്ലൗസ് പീസും ഫ്രണ്ടിലത്തെ വള്ളിക്കുള്ള ഭാഗമൊക്കെ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ബാക്കിൽ ഫ്രണ്ടിൽ വള്ളി വെക്കുമ്പോൾ അതിനിടയിൽ ജലം പോലെ ഇടില്ല, നമ്മൾ അതിന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് ഭാഗത്തോട്ട് വെട്ടിയെടുക്കാം. വേസ്റ്റ് പീസാണ്, ഒന്നും കളയരുത്, ഇതൊക്കെ ആവശ്യമാണ്. ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഷോൾഡറല്ല, നമ്മളുടെ നെക്ക് ഭാഗം വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്ക് ഭാഗം മാറ്റി വയ്ക്കണ്ടേ. ബാക്കിലേക്ക് നമുക്ക് 3 പീസിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ 3 പീസ് വെട്ടുന്നതിന് മുമ്പ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ബാക്കും ഫ്രണ്ടും മാറ്റി വയ്ക്കേണ്ട ഇവിടെ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്ക് വെട്ടണം. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഒപ്പത്തിനിട്ടിട്ട് ചെറിയ കറുവ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് 5 അളവ് ഇട്ട് കൊടുത്തേക്കും. അതുപോലേക്ക് മുട്ടിക്കുക. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു 4 ഇഞ്ച് വരച്ചിട്ടില്ലേ, ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നുള്ളൂ കേട്ടോ. വെട്ടിയാൽ നമുക്ക് നമ്മളുടെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. ഇനി നമ്മളുടെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്ത് ഒപ്പം വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം വെച്ച് തന്നെ നമുക്ക് ബാക്ക് ഭാഗം വെട്ടാം നെക്ക്. പക്ഷെ ഞാനത് കഴുത്തിനൊക്കെ തുണിയുടെ വേസ്റ്റ് തുണി ആവശ്യമില്ല, അപ്പം പിന്നെ അങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. 3 അല്ല വൈഡ് എടുത്തിട്ടുള്ളത് നമ്മൾ കഴുത്തിന്, അതിവിടെ ഇടയായിട്ട് എടുത്താൽ. എന്നിട്ട് അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ചാണ് ബാക്ക് കഴുത്തിന് ഇറക്കം ഞാൻ കൊടുക്കുന്നത്. ഇതൊരു ഷേപ്പിൽ ഇങ്ങനെ വരക്കാം. അത്രയേ ഉള്ളൂ നമ്മളെ മാനസി കട്ട് നൈറ്റിയുടെ കട്ടിങ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ.